ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നിഫ്റ്റി 25,172 എന്ന് പറയുന്ന ലെവലിലാണ് നിൽക്കുന്നത്. 20 പോയിൻറ്റ് പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. US മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ പോസിറ്റിവിറ്റിയാണ്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ CIXും ഡാക്സും പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ നിക്കി ആയാലും ഹോങ്കോങ് മാർക്കറ്റും പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് പുതിയ ഹൈ തന്നെയാണ് നിൽക്കുന്നത്. 3 വീക്കിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓയിൽ നോക്കുകയാണെങ്കിൽ ഓയിൽ 1% ഫാളായിട്ട് കാണുന്നുണ്ട്. ഇന്നലെ FIAയുടെ ഭാഗത്തുനിന്ന് 1614 കോടിയുടെ സെല്ലിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. DIA ഇന്നലെ 1787 കോടി രൂപയുടെ പർച്ചേസിംഗ് നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം FIA 5000 കോടിക്കധികം സെല്ലേഴ്സായി മാറുകയാണ് ചെയ്തത്. ഇന്നലെയും FIA ഒരു സെല്ലിങ്ങിലാണ് നിൽക്കുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ചൈന മാർക്കറ്റിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ ഫോറിനേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല്ല് ഓഫ് ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ നമുക്ക് ഇന്ന് ലോങ് ട്രേഡ് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. പ്രിസ്റ്റേജ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇന്നലെ 30 രൂപയോളം കയറിയ സ്റ്റോക്കാണ്. അതുപോലെ PPL ഫാർമ സ്റ്റോക്ക് ഇന്നലെ 6 രൂപയോളം കയറിയിട്ടുണ്ട്. അദാനി ഗ്രീൻ 30 രൂപ കയറിയിട്ടുണ്ട്. ലാറസ് ലാബ് എന്ന് പറയുന്ന സ്റ്റോക്കും PGEL എന്ന് പറയുന്ന സ്റ്റോക്കും ഇന്ന് നമുക്ക് ലോങ് പോകാൻ കഴിയുന്ന സ്റ്റോക്കുകളാണ്. ഓപ്പൺ ട്രസ്റ്റ് ഡാറ്റ പ്രകാരം ബൈ ആണ് നമുക്ക് ആ സ്റ്റോക്കിൽ എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് ഷോർട്ടിങ്ങിലേക്ക് പോകുന്ന മാർക്കറ്റ് ബേരിഷിലേക്ക് പോകുമ്പോൾ ഡൗൺ പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഡൈനാമിക്, അതുപോലെ ഇൻഫോസിസ്, SBI കാർഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്, ടച്ച് മഹേന്ദ്ര, വിപ്രോ, TCS, ജിൻഡാൽ സ്റ്റീൽ ഈ സ്റ്റോക്കുകളൊക്കെ ഇന്ന് ഷോർട്ട് പോകാൻ സാധ്യതയുള്ള ബേറിഷിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ കൂടുതൽ ബേറിഷിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് ലെവലുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ബൈയിങ് സെല്ലിങ് നടക്കുന്നുണ്ടോ, ഡൗൺ പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമായിട്ടാണ് ഈ സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാച്ച് ചെയ്യുക.